السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നാം ഇന്ന് ഈദ് ആഘോഷിക്കുകയാണ്. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഈ ധന്യ മുഹൂർത്തത്തിൽ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും ശ്രോതാക്കൾക്കും ഈദ് ആശംസകൾ കൈമാറുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വിശ്വാസികളായ ആളുകൾക്ക് രണ്ട് ആഘോഷങ്ങളാണ് എന്ന് നമുക്കറിയാം. രണ്ട് ആഘോഷങ്ങൾക്ക് പിന്നിലും ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ ചിത്രങ്ങളാണ് നമുക്ക് അയവിറക്കുവാനുള്ളത്. നാം ഇന്ന് ആഘോഷിക്കുന്ന ചെറിയ പെരുന്നാളിൻ്റെ അർത്ഥത്തിലും ആവശ്യത്തിലും നമുക്ക് ഉൾക്കൊള്ളുവാനുള്ളതും ഈ ത്യാഗമാണ്. ഒരു മാസക്കാലത്തെ ത്യാഗപൂർണമായ ജീവിതത്തിന് വിരാമം കുറിച്ചുകൊണ്ടാണ് നാം ഇന്ന് ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പക്ഷെ നാം ഇപ്പോഴും പ്രാർത്ഥനാ നിരതരാണ്. കാരണം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പെരുന്നാൾ ഖുതുബകൾക്ക് വേണ്ടി പുറപ്പെടുകയും ആളുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഉപദേശിക്കാറുണ്ടായിരുന്നു, അയ്യുഹന്നാസ് സുംതും സലാസീന യൗമ വഖുംതും സലാസീന ലൈലതൻ വഖറജ്തുമുൽ യൗമ തത്ലുബൂന മിനല്ലാഹ് അൻ യതഖബ്ബലല്ലാഹു മിൻകും മാ കാൻ. സഹോദരങ്ങളെ, 30 ദിനങ്ങൾ നാം നോമ്പനുഷ്ഠിച്ചു. 30 രാത്രികൾ നാം രാത്രി നമസ്കാരം നിർവഹിച്ചു. ഇന്ന് നാം പുറപ്പെടുകയാണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുവാൻ വേണ്ടി. ഞങ്ങൾ ഈ ചെയ്ത കർമ്മങ്ങളെല്ലാം അള്ളാഹുവേ നീ കബൂൽ ചെയ്യണമേ എന്ന് ആവശ്യപ്പെടുവാൻ വേണ്ടി. ഈ ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമുക്ക് ആദ്യമായി നിർവഹിക്കുവാനുള്ളത്. കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നാം നിർവഹിച്ചിട്ടുള്ള ആരാധനകളും മറ്റ് പുണ്യകർമ്മങ്ങളുമെല്ലാം നാഥനായ അള്ളാഹുവിനോട് അത് സ്വീകരിക്കുവാൻ വേണ്ടി, കബൂൽ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുക എന്നതാണ് നമുക്ക് നിർവഹിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നാം പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്തും ആലിംഗനം ചെയ്യുന്ന സമയത്തും ഹസ്തദാനങ്ങൾ നൽകുന്ന സമയത്തുമെല്ലാം നാം പരസ്പരം പറയുന്നതും അതുതന്നെയാണ്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ എന്ന ആ ഒരു പ്രാർത്ഥന. പ്രിയമുള്ളവരെ, കണ്ണീരും പുഞ്ചിരിയും ഒന്നിച്ചു ചേരുന്ന ഒരു ആഘോഷമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. പുണ്യദിനങ്ങൾ എന്നോട് വിട പറഞ്ഞല്ലോ, അതിന് എന്നിലേക്ക് ആഗതമാകണമെങ്കിൽ ഒരു വർഷക്കാലം ഞാൻ കാത്തിരിക്കേണ്ടതുണ്ടല്ലോ
എന്ന ദുഃഖഭാരം നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ സന്തോഷത്തിനും വക നൽകുന്ന അവസ്ഥയും നമുക്കുണ്ട്. അഥവാ കഴിഞ്ഞ ആ ഒരു വർഷക്കാലത്തിലൂടെ നാം നേടിയെടുത്തിട്ടുള്ള ആത്മീയമായ വളർച്ച, അള്ളാഹുവിനോടുള്ള അടുപ്പം, ഇതെല്ലാം തന്നെ നമുക്ക് സന്തോഷിക്കുവാൻ വക നൽകുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്, ആ നോമ്പ് നിങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് വലിതുക്മിലുൽ ഇദ്ദത, ആ ദിനരാത്രങ്ങളെ നിങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഹിദായത്തിലാക്കിയതിന്റെ പേരിൽ അവനെ നിങ്ങൾ തക്ബീർ ചൊല്ലുവാൻ വേണ്ടിയുമാണ്. ആ തക്ബീറിന്റെ മന്ത്രധ്വനികളും നമ്മൾ ഉരുവിട്ടു. ഇനി നമുക്ക് നിർവഹിക്കുവാനുള്ളത് വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ആരാധനാ കർമ്മം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരുന്നത് എന്ന നന്ദി സൂചകമായ നന്ദി പ്രകടനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം കാഴ്ചവെക്കുക എന്നതാണ്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, റമളാനിന് വിരാമം കുറിക്കുകയും പെരുന്നാൾ ആഘോഷത്തിലൂടെ അള്ളാഹുവിനെ പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ ഞാൻ നോമ്പനുഷ്ഠിച്ചു, അള്ളാഹുവിന്റെ തക്ബീർ ചൊല്ലി, ഇനി നന്ദിയോട് കൂടിയിട്ടുള്ള അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്ന പ്രതിജ്ഞയാണ് ഇന്ന് നമുക്ക് എടുക്കുവാനുള്ളത്. പ്രിയമുള്ളവരെ, റമളാൻ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്നു തന്നാണ് നമ്മിൽ നിന്ന് വിട പറയുന്നത്. ഹൃദയങ്ങളിൽ ഈമാനിന്റെ ദീപ്തി നിറച്ച് ആത്മാവിനെ തട്ടിയുണർത്തി ജീവിതത്തെ പുതുക്കിപ്പണിത ഒരു മാസമായിരുന്നു നമുക്ക് റമളാൻ എന്ന് പറയുന്നത്. പുണ്യത്തിന്റെയും ഭക്തിയുടെയും നല്ല ശീലങ്ങൾ പാഠമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈമാനിന്റെ വസന്തം വിരിയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ട്. നോമ്പ് നോറ്റുകൊണ്ട് നാം അള്ളാഹുവിന്റെ അടുക്കൽ ആത്മവിശുദ്ധിയുള്ളവരായി തീരുകയായിരുന്നു. തറാവീഹ് നമസ്കരിച്ചുകൊണ്ട് സിട്ടാവുമായി നാം കൂടുതൽ അടുക്കുകയായിരുന്നു. ഖുർആൻ ഓതിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ നാം ഏറ്റവും ലോലമാക്കുകയായിരുന്നു. സ്വതക്കകൾ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ കാഠിന്യത്തെ നാം കുറക്കുകയായിരുന്നു. തൗബ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള പാപക്കറകൾ നാം നീക്കുകയായിരുന്നു. ഇങ്ങനെ ഏത് രൂപത്തിൽ ഏത് കോണിലൂടെ നോക്കിയാലും റമളാൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ കരുത്തു പകരുന്നതായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെയൊക്കെ ഒരു മാസക്കാലം നാം ചെലവഴിച്ചിട്ടുള്ള ആ റമളാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് തീവ്ര പരിശ്രമത്തിന് ശേഷം നാം നമ്മെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന മഹത്തായ കാര്യമാണ്. കഠിന പരിശ്രമത്തിന്റെ പരിസമാപ്തിയിൽ നാം ആഘോഷിക്കുന്ന ആത്മവിശുദ്ധിയുടെ ഈ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്ന യാഥാർത്ഥ്യവും അതുതന്നെയാണ്. സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ നമ്മുടെ അളവറ്റ രൂപത്തിലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങിയിട്ടുള്ള ഒരു മാസമായിരുന്നു റമളാൻ എന്ന് പറയുന്നത്. വിശ്വാസിയുടെ മാറ്റും മഹത്വവും ആ ദിനരാത്രങ്ങളിലൂടെ എത്രയോ വർദ്ധിച്ചിട്ടുണ്ട്. പൈശാചികതക്കെതിരെ നമ്മുടെ മനസ്സുകളിൽ വൻ മതിലുകൾ തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ ഒരു കൃത്യമായ അച്ചടക്കത്തിലൂടെ നാം ജീവിച്ചിട്ടുള്ള നമ്മുടെ വിശ്വാസം എങ്ങനെയാണോ നമ്മോട് ആവശ്യപ്പെടുന്നത്, അതേ രൂപത്തിൽ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഇതിന്റെ സന്ദേശം എന്ന് പറയുന്നത് അത് ഒരു സീസണിലേക്കുള്ളതായിരുന്നില്ല എന്നതാണ്.
ഒരു റമദാൻ മാസം എന്ന് പറയുന്ന ഒരു സീസണിലേക്ക് മാത്രമുള്ള എന്റെ ജീവിതത്തെ മാറ്റിപ്പണിതതായിരുന്നില്ല റമദാനിലെ ആ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. മറിച്ച് ആ വെളിച്ചം എന്നെ ഒരു വർഷക്കാലം മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. ആ തെളിച്ചം എന്റെ ജീവിതത്തിൽ എന്നും നിലനിൽക്കേണ്ടതുണ്ട് എന്നതാണ് നാം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഈദ് എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ് അതിന്റെ അർത്ഥം. ഫിത്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം ശുദ്ധ പ്രകൃതി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതിയിലേക്കുള്ള ഒരു മടക്കമാണ് പെരുന്നാളിലൂടെ നാം സ്വീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഒരു വിശ്വാസിയെ ഉപമിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, കശജറത്തിൻ ത്വയ്യിബ, ഒരു നല്ല മരത്തെ പോലെയാണ് അവൻ. അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ തുതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇذن റബ്ബിഹാ. അതിന്റെ അടിവേരുകൾ ഉറച്ചതാണ്, അതിന്റെ ശാഖകൾ വാനത്തിൽ പടർന്നു പന്തലിച്ചതാണ് എന്ന് പറഞ്ഞതുപോലെ അതിന്റെ ഫലമാകട്ടെ എല്ലായ്പ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അവന്റെ വിശ്വാസം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയും ആ വിശ്വാസത്തിന്റെ പ്രതിഫലങ്ങൾ എന്നോണം അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ ആരാധനകൾ സമൂഹത്തിലുടനീളം അത് വ്യാപിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നാം വളർന്നു കളഞ്ഞിട്ടുണ്ട്. അത് നിലനിർത്തുവാൻ നാം ശ്രമിക്കുക. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, റമദാൻ നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരു വർഷം കഴിയുമ്പോൾ ഈ തിരിച്ചു വരും. പക്ഷേ ഈ വിട പറഞ്ഞിട്ടുള്ളത് റമദാൻ മാത്രമാണ്. റമദാനിൽ നാം മനസ്സിലാക്കിയ റബ്ബ്, റമദാനിൽ നാം സ്നേഹിച്ചിട്ടുള്ള റബ്ബ്, റമദാനിൽ നാം അടുത്തഴകി ഇടപഴകിയിട്ടുള്ള റബ്ബ് റമദാനിന്റെ ശേഷവും നമ്മോടൊപ്പമുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ആ സിട്ടാവായ രക്ഷിതാവ് പതിസ്ഥാനത്തു തന്നെ നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ ദാസൻ, എന്റെ അടിമ, അവൻ എവിടേക്കാണ് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് അവൻ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഹു വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഹു. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണോ, അത്തരത്തിലുള്ള ഒരു ഇഷ്ടമുള്ളവരാരാണോ, അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. എന്നാൽ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന ബോധത്തോടു കൂടി അല്ലാതെ ജീവിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ അല്ലാഹുവും വെറുക്കുന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. ആ രൂപത്തിൽ നമ്മളും ഈ ആശയം ഉൾക്കൊള്ളേണ്ടതുണ്ട്. വലാ തകൂനു കല്ലതീ നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വളരെ ബലിഷ്ഠമായ രൂപത്തിൽ കയറുകൾ നെയ്തെടുത്തതിന് ശേഷം അതിനെ ഏഴകളാക്കി പിരിച്ചു കളയുന്നത് പോലെ നിങ്ങളാവുവാൻ പാടില്ല. അഥവാ ചെയ്ത പണികൾ മുഴുവനും വൃഥാവിലാകുന്ന രൂപത്തിലാകാൻ പാടില്ല. വലാ തകൂനു കല്ലദീന സുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ മറക്കുന്നവരാകരുത്. അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ അവൻ നിങ്ങളെ തന്നെ മറന്നു കളയുന്ന അവസ്ഥയുണ്ടാകും. ഈ ഒരു പാഠം നമ്മൾ റമദാനിൽ നിന്ന്, റമദാനിന് ശേഷം ഈ ആഘോഷം ഉൾക്കൊള്ളുന്ന സമയത്ത് നാം ഉൾക്കൊള്ളേണ്ടുന്ന കാര്യമാണ്. കൂട്ടിൽ നിന്ന് പുറത്തു ചാടിയ ഒരു ഹിംസ്ര ജന്തുവല്ല ഞാൻ, നാം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതുവരെ എനിക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, ഇതുവരെ എനിക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. ഞാനിതാ ഇപ്പോൾ പുറത്തു ചാടിയിരിക്കുന്നു. എല്ലാ വിലക്കപ്പെട്ട കാര്യങ്ങൾക്കും എനിക്കിതാ ലൈസൻസ് വന്നിരിക്കുന്നു എന്നല്ല നാം ആലോചിക്കേണ്ടത്. അന്ന് എന്തൊക്കെ നിഷിദ്ധങ്ങളായിരുന്നുവോ അത് റമദാനിന്റെ ശേഷവും നിഷിദ്ധങ്ങളാണ്. അന്ന് എന്തെല്ലാം പുണ്യകർമ്മങ്ങളായിരുന്നുവോ അത് റമദാനിന്റെ ശേഷവും പുണ്യകർമ്മങ്ങളാണ് എന്ന ആ സന്ദേശം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇന്ന് നമുക്കുള്ള സമ്മാന ദിനമാണ്. പ്രവാചകൻ വിശേഷിപ്പിച്ചത് യൗമുൽ ജായിസ എന്നാണ്. അള്ളാഹുവിന്റെ മാലാഖമാർ സ്വർഗത്തിന്റെ കവാടത്തിൽ ഇരുന്നു കൊണ്ട് ഈ നമസ്കാരം കഴിഞ്ഞ സമയത്ത് നമുക്ക് വേണ്ടി അവർ വിളിച്ചു പറയുന്നു, രക്ഷിതാവ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നമുക്ക് സമ്മാനം നൽകുന്ന ദിനങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്നതിൽ ഒന്ന് തക്ബീർ എന്ന് പറയുന്നതാണ്.
ആ തക്ബീർ ചുണ്ടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അവസ്ഥയിൽ അത് ഉരുവിടാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നാം സന്തോഷത്തോടു കൂടി ഹസ്തദാനം ചെയ്യുന്നുവെങ്കിൽ അത് വെറും ഹസ്തദാനമായി മാത്രം മാറാതെ ഒരു ഹൃദയദാനമായി കൊണ്ട് മാറുന്ന അവസ്ഥയുണ്ടാകണം. മോടി കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള നമ്മളിൽ അതേ രൂപത്തിൽ തന്നെ വിശിഷ്ടമായ സ്വഭാവങ്ങളും നമ്മളിൽ ഉണ്ടായിത്തീരേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ദിനം എന്ന് പറയുന്നത് സാഹോദര്യത്തിന്റെ ദിനം കൂടിയാണ്. നമ്മുടെ നാട് മതത്തിന്റെ പേരിൽ അതുപോലെ തന്നെ ജാതിയുടെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൃഷ്ടാവായ തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ രൂപത്തിലാണ്. വിവിധ മതങ്ങളും ജാതികളും അതുപോലെ തന്നെ എല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ആ പാരമ്പര്യം നിലനിർത്തുന്നവരായിരുന്നു നമ്മുടെ രാജ്യത്തുള്ള ആളുകളൊക്കെയും. ചരിത്രങ്ങൾ പരിശോധിച്ചാലും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നെഹ്റുവും ഗാന്ധിജിയും മൗലാന അബുൽ കലാം ആസാദിനെയും നമുക്ക് കാണാവുന്നതാണ്. മങ്ങാട്ടച്ചനെയും കുഞ്ഞായി മുസ്ലിയാരെയും നമുക്ക് കാണാവുന്നതാണ്. മമ്പറം തങ്ങളെയും കോന്തുനായരെയും നമുക്ക് കാണാവുന്നതാണ്. ചരിത്രത്തിൽ അങ്ങനെ എണ്ണിപ്പറയുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവർ ജീവിച്ചിരുന്നവരാണ്. അവർ ഈ സമൂഹത്തിൽ കഴിഞ്ഞുകൂടിയവരാണ്. പരസ്പരം പങ്കുവെച്ച് ജീവിച്ചവരാണ്. അതുകൊണ്ട് ഹിന്ദുവായിരുന്നാലും മുസൽമാനായിരുന്നാലും ക്രൈസ്തവനായിരുന്നാലും അവരുടെ സിരകളിലോടുന്ന രക്തത്തിന്റെ നിറം ഒന്നാണ്. അവരുടെ വേദനകളും പ്രയാസങ്ങളും ഒന്നാണ്. അവരുടെ വിശപ്പും അതുപോലെയുള്ള കാര്യങ്ങളും വൈകാരിക ചിന്തകളും ഒന്നാണ്. അതുകൊണ്ട് മാനുഷികമായ ചിന്തകളിൽ, സാമൂഹ്യമായ ബോധങ്ങളിൽ അത് എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം. അതാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആഘോഷം എന്നത് ആരാധനയാണ് എന്നതാണ്. ഇസ്ലാമിൽ ആഘോഷം ആഭാസമല്ല, ആഘോഷം എന്നത് ആരാധനയാണ്. ഇന്നലെ വരെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതാണ് ആരാധന എങ്കിൽ ഇന്ന് ഭക്ഷണം കഴിക്കുക എന്നതാണ് ആരാധന. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആഘോഷത്തിന്റെ അതിർവരമ്പുകൾ നമ്മൾ ലംഘിക്കുവാൻ പാടില്ല. പടക്കം പൊട്ടിക്കലോ അതുപോലെയുള്ള ആഭാസങ്ങളായി തീരുന്ന രൂപത്തിലോ നമ്മുടെ ആഘോഷങ്ങൾ മാറാൻ പാടില്ല. ഇന്ന് ഇതുപോലെയുള്ള ഈദ്ഗാഹുകളിലേക്ക് കടന്നു വരാൻ കഴിയാതെ രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലും വീടുകളിലുമുണ്ട്. നമ്മുടെ ആഘോഷം അവരെ സന്ദർശിച്ചു കൊണ്ടാകണം. വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടുമുട്ടുകയും അവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാകണം നമ്മുടെ ജീവിതം ഇനി മുതൽ അങ്ങോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ ഒരു വെല്ലുവിളിയായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഇനിയുള്ള ജീവിതത്തെ ഒരു വെല്ലുവിളിയായി, ഒരു പടക്കളമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. തഖ്വയുടെ പടച്ചട്ടകളാണ് നാം അവിടെ അണിയേണ്ടത്. പിശാചിന്റെ കുതന്ത്രങ്ങളെ തട്ടിമാറ്റുവാൻ ആ പടച്ചക്കെട്ടകളിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സിയാമിലൂടെ, ഖിയാമിലൂടെ, തൗബയിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, സദഖയിലൂടെ നാം നേടിയെടുത്തിട്ടുള്ള ആ ആത്മവിശുദ്ധി, ആ പ്രഭ, നമ്മുടെ മനസ്സിനെ പ്രഭാപൂരിതമാക്കിയ ആ അവസ്ഥകൾ തുടർന്നും നമ്മുടെ വരും നാളുകളിലും നമുക്കത് തുണയാകേണ്ടതുണ്ട്, തണലാകേണ്ടതുണ്ട്, നമ്മോടൊപ്പം അത് ഉണ്ടാവേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ സന്ദേശമാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, നാം ഈ പെരുന്നാൾ ആഘോഷിക്കാൻ വരുന്നതിന് മുമ്പ് ഏകദേശം ഒരു കണക്ക് നോക്കുകയാണ് എങ്കിൽ 2000 കോടിയിലധികം മുസ്ലിം സഹോദരങ്ങൾ സക്കാത്ത് നൽകിയിട്ടുണ്ടാകും. സക്കാത്ത് നിർബന്ധദാനമായി 2000 കോടിയിലധികം നൽകിയിട്ടുണ്ടാകും.
അതിലേറെ അവർ സാധാരണ ദാനമായി നൽകിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതുപോലെയുള്ള ഒരുപാട് പുണ്യപ്രവർത്തികൾ അവർ നിർവഹിച്ചിട്ടുണ്ടാകും. ഏകദേശം ഒരു 15,000 മെട്രിക് ടണ്ണിനേക്കാൾ അധികം അവർ ധാന്യങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ വസ്ത്രങ്ങളില്ലാത്ത ആളുകൾക്ക് ഈദ് പുടവകൾ എന്ന രൂപത്തിൽ പാവപ്പെട്ടവർക്ക് അവർ സമാഹരിച്ച് നൽകിയിട്ടുണ്ടാകും. നോക്കൂ നിങ്ങൾ, ആ മനുഷ്യരായ വിശ്വാസികളായ ആളുകളുടെ മനസ്സിന്റെ വിശാലതയാണിത്. ഈ സമൂഹത്തിലുള്ള ആളുകളെ മുഴുവനും പരിഗണിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും മഹത്തായ പുണ്യം എന്ന് പഠിപ്പിക്കുകയാണ്. ആരാധനകളിലൂടെ പള്ളിമൂലകളിൽ തളച്ചിടുന്നതിനേക്കാൾ അപ്പുറം സമൂഹത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയും അതേ രൂപത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുക എന്നത് ജീവിതത്തിന്റെ ഏറ്റവും മൂല്യവത്തായ അർത്ഥവത്തായ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിന്റെ ഭീതിയിലാണ്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തിയോട് കൂടിയിട്ടുള്ള ബോംബിങ്ങുകളാണ്, അതുപോലെ തന്നെ മിസൈലുകളാണ് ഇസ്രായേലിലും ഇറാനിലും പതിച്ചുകൊണ്ടിരിക്കുന്നത്. GCC രാജ്യങ്ങളിലും അത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നമ്മുടെ സഹോദരങ്ങളും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള യുദ്ധമാണിത് എന്ന് നമുക്കറിയാം. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഏകപക്ഷീയമായി അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ ഇറാന്റെ മേൽ കടന്നു കയറിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇന്ന് ആ യുദ്ധത്തിന്റെ കെടുതികൾ നമ്മുടെ അടുക്കള വരെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എന്താണ് ഇതിന്റെ കാരണം എന്ന് നാം മീഡിയകളിൽ നിന്ന്, പത്രമാധ്യമങ്ങളിൽ നിന്ന് എല്ലാം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇറാൻ ആണവായുധം നിർമ്മിച്ചേക്കാം, ആണവായുധം ലോകത്തിന്റെ വിപത്താണ് എന്നതാണ്. ആണവായുധം ലോകത്തിന്റെ വിപത്താണ് എന്നത് പരമസത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് പറയുന്ന ആളുകൾ ആരാണ്? ഇത് പറയുന്നത് അമേരിക്കയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവോർജമുള്ളത്, ആണവായുധമുള്ള ആയുധങ്ങളുള്ളത് അമേരിക്കക്കാണ്. അതുപോലെ തന്നെ ഇസ്രായേലിലുമാണ്. ഇങ്ങനെ ആണവോർജം സംഭരിച്ചു വെക്കുകയും അതിനെ ആയുധങ്ങളാക്കി മാറ്റുകയും എന്നിട്ട് അതിന്റെ പേരിൽ ലോകത്തുള്ള രാഷ്ട്രങ്ങളിൽ മുഴുവനും ഭീതി നിറയ്ക്കുകയും ചെയ്യുന്ന രാഷ്ട്രങ്ങൾ തന്നെയാണ് ഈ രൂപത്തിൽ ആണവാർജത്തെ സംബന്ധിച്ച് ഈ മറ്റ് രാജ്യങ്ങളുടെ മേൽ ആരോപണം ഉന്നയിച്ച് അവരെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഒരേ ഒരു രാജ്യം മാത്രമാണ്, ഒരൊറ്റ രാജ്യം മാത്രമാണ് ആണവായുധം പരീക്ഷിച്ചിട്ടുള്ളത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും 945 6-ാം തീയതിയും 9-ാം തീയതിയും ആണവായുധം പരീക്ഷിച്ചിട്ടുള്ളത് ലോകത്ത് ഒരേ ഒരു രാഷ്ട്രം മാത്രമാണ്, അത് അമേരിക്കയാണ്. അതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇന്നും പിറന്നു വീണുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുമ്പോ ഇവിടെ വ്യഭിചാരിണിയുടെ ചാരിത്ര ശുദ്ധിയെ പോലെയാണ് ഇവിടെ അമേരിക്കയും ഇസ്രായേലും ആണവായുധത്തെ സംബന്ധിച്ചും ആണവോർജത്തെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുദ്ധം എന്നും കെടുതികൾ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ, ആളുകൾക്ക് പ്രയാസങ്ങൾ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. പരസ്പരം സമാധാനത്തിന്റെ, ശാന്തിയുടെ വഴികൾ തേടേണ്ടതാണ് ആളുകളുടെ അടുക്കൽ. അവർ എത്ര ചെറിയവരായിരുന്നാലും ആയുധങ്ങളുടെയോ അല്ലെങ്കിൽ ആത്മബലത്തിന്റെ പേരിലോ പിടിച്ചു നിർത്തുവാനോ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുവാനോ പല രാഷ്ട്രങ്ങളും ചെറിയവരായിരുന്നാൽ പോലും നിർബന്ധിതരായി തീരുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ലോകത്തിന്റെ സമാധാനമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, യുദ്ധത്തിന്റെ വിരാമമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന് സാധ്യമാകുന്ന രാഷ്ട്രങ്ങൾ ഇതിന്റെ പരസ്പരം ആളുകൾക്കിടയിൽ നയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് മധ്യസ്ഥത വഹിക്കാൻ മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി
ഇന്ന് ഒരു കളക്ഷൻ ഉണ്ടാകും. അതേതായിരുന്നാലും ഒരു സുന്നത്തായ കാര്യവും കൂടിയാണ്. പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്താണ്. പെരുന്നാൾ കഴിഞ്ഞാൽ ഏതെങ്കിലും പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ആ പുണ്യകർമ്മത്തിലും എല്ലാവരും എന്റെ നോമ്പ്, എന്റെ പെരുന്നാൾ എന്ന അർത്ഥത്തിൽ പങ്കാളികളാകണം എന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു പ്രിയപ്പെട്ട സഹോദരി, ഒരു 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായ സഹോദരിക്ക് ക്യാൻസർ ബാധിതയായി ചികിത്സയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് പൂർണ്ണ ശിഫ നൽകി, പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്നത് പ്രാർത്ഥനയാണ്. അത് വിശ്വാസിയുടെ ആയുധമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യം എന്ന് നാം വിചാരിക്കുന്നത് പോലും നിഷ്പ്രയാസം നടത്താൻ, സാധ്യമാക്കുവാൻ കഴിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് കാരുണ്യവാനായ റബ്ബേ, കൃപാലുവായ തമ്പുരാനെ, ദയാപരനായ രക്ഷിതാവേ, ആ സഹോദരിയുടെ രോഗം നീ പൂർണ്ണമായും ഭേദമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങൾക്ക്, ഞങ്ങൾ നോറ്റ നോമ്പും, ഞങ്ങൾ നമസ്കരിച്ച നമസ്കാരവും, ഞങ്ങൾ ശീലിച്ച ശീലങ്ങളും വരും കാലങ്ങളിൽ ഞങ്ങൾക്ക് തണലായി, തുണയായി മുന്നോട്ട് നീങ്ങുവാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഈ സമയത്തും ഞങ്ങൾ ഏറ്റവും വിനീതരായി പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നാഥ നീ സ്വീകരിക്കണമേ എന്നാണ്. ഞങ്ങൾ ചെയ്ത കർമ്മങ്ങൾ അല്ലാഹുവേ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ നിന്റെ ഫിർദൗസ് എന്ന മഹോന്നതമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം നീ ദൂരീകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രായാധിക്യത്തിന്റെയും മറ്റ് രോഗാവസ്ഥകളുടെയും പേരിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, കുടുംബം സ്വർഗമാകുന്നത് ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടുമ്പോഴാണ്. ഭൂമിയിലെ സ്വർഗമാണ് കുടുംബം എന്ന് പറയുന്നത്. നാഥ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ അടക്കമുള്ള ആളുകൾക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. കുടുംബപരമായ പ്രശ്നങ്ങൾ, ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. നാഥ, നിന്റെ അടുക്കൽ ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നവനാണ് നീ. നിന്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അതെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതാണ്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം അങ്ങനെയുള്ള അവസ്ഥകൾ നീ മാറ്റിക്കൊടുക്കണമേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് കൃത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അത് ഉച്ചരിച്ച് മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.